അപ്പോൾ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഡയലോഗ് എഴുതുമ്പോൾ ലൈക്ക് നേരത്തെ എഴുതുന്ന പോലെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുമോ, അതോ 2 തവണ ട്വൈസ് ആയിട്ട് എഴുതുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എഴുതുമ്പോൾ അത് അവിടെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ആ സന്ദർഭത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് സ്വാധീനിക്കുന്ന ഘടകം. അത് എൻ്റെ ഒരു നിലപാടോ എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റോ ആകുമ്പോൾ മാത്രമാണ് ഞാൻ ആ നിലയ്ക്കുള്ള ഒരു ജാഗ്രത ഞാനെന്നല്ല ഏത് എഴുത്തുകാരനും പാലിക്കേണ്ടി വരുന്നുള്ളൂ. 2 മനുഷ്യർ തമ്മിലുണ്ടാകുന്ന സംഭാഷണങ്ങൾ അത് എഴുതുന്ന ആളുടെ രാഷ്ട്രീയ നിലപാടോ സാമൂഹ്യ നിലപാടോ അല്ല, അത് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റും അല്ല. നിങ്ങൾ കാണേണ്ടത് അതൊരു സിനിമയുടെ ഭാഗമായി 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണമായിട്ട് അതിനെ കാണുകയും അതിന് മറ്റ് പ്രസക്തിയോ വ്യാപ്തിയോ ഇല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ ആ പ്രശ്നമില്ല. അങ്ങനെ ഉണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. തിരിച്ചു സംഭവിച്ചാൽ ഇത് വിഷയമാവില്ലല്ലോ. എന്താ അത്തരം മാൻഡേറ്റുകൾ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന മാൻഡേറ്റുകൾ. ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ല. ആണുങ്ങളെല്ലാം ഇങ്ങനെ ആടൂ എന്ന് ഒരു സ്ത്രീ കഥാപാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുമോ? എനിക്കറിയത്തില്ല ചേട്ടാ. ഈ അടുത്ത് ലാൽ സാറിന്റെ ഒരു ചടങ്ങിൽ പൊതുവേദിയിൽ അദ്ദേഹത്തിന്റെ ഒരു പെൺകുട്ടി വന്ന് കൈ പിടിച്ച് ഇതിന് ഉമ്മ എടുത്തിട്ട് പോയി. ഇത് തിരിച്ചായിരുന്നെങ്കിൽ അതെ അതെ. പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുതരം മാൻഡേറ്റും ജഡ്ജ്മെന്റുമാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല.